ഞാൻ ആർട്ടിസ്റ്റ് അനിത. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ആ ഏഷ്യാനെറ്റിലെ വിനുവിനെ കുറിച്ചാ. ഇവിടെ തനിക്ക് നാണം ഉണ്ടാണോ? താനൊരാണല്ലേ? താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാൻ നോക്ക്. എന്ത് വൃത്തികളും പറഞ്ഞ് ഏഷ്യാനെറ്റിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യല്ലേ? മനസ്സിലായോ? ഇതൊക്കെ കാണുന്നവരും മന്ദബുദ്ധികളൊന്നുമല്ല. തനിക്ക് എന്ത് ദ്രോഹമാണ് ദിലീപേട്ടൻ ചെയ്ത്? താൻ പറ, തനിക്ക് എന്ത് ദ്രോഹം ദിലീപേട്ടൻ ചെയ്ത്? അദ്ദേഹം തെറ്റ് ചെയ്ത് അത് ഞാനും വാദിക്കുന്നു. കാരണം അദ്ദേഹം തെറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കണം. അത് ഞാനും സപ്പോർട്ട് തന്നെയാണ്. അനുഭവിക്കണം. തെറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കൂ. അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കോടതി തെളിയിക്കട്ടെ. തെളിയിച്ചതിന് ശേഷം തന്റെ ആവേശവും പരവേശവും കാണിച്ചു. പക്ഷെ ഇത് നല്ല സ്വഭാവമല്ല. മനസ്സിലായോ? നല്ലതിനുമല്ല. ആ റേപ്പ് ചെയ്തപ്പെട്ട നടി പോലും പറയുന്നില്ല ദിലീപേട്ടന്റെ പേര്. തനിക്കെന്തോ എത്ര ആവേശം? ആ കുട്ടിക്ക് ഇല്ലാത്ത ദണ്ണമാണോ തനിക്ക്? തന്റെ ആവേശം കേട്ടാ തോന്നും, തന്റെ ആവേശവും ഈ പരവേശവും കേട്ടാ തോന്നും തന്റെ പെണ്ണുമ്പിള്ളയോ തന്റെ സഹോദരിയോ തന്റെ അമ്മയോ ആരെയോ ദിലീപേട്ടൻ റേപ്പ് ചെയ്ത പോലെയാണല്ലോ. കുറച്ചു നേരം കുടുംബത്തിൽ പോയി ഇരിക്കാൻ നോക്കണോ? അല്ലെങ്കിൽ നാളെ തന്റെ പെണ്ണുമ്പിള്ളയുണ്ടല്ലോ ഏവന്റെങ്കിലും കൂടെ ഒളിച്ചോടും. മനസ്സിലായോ? അതായിരിക്കും അടുത്ത വാർത്ത. അത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? താൻ അതെങ്ങനെ സഹിക്കും? താൻ പോയിരുന്ന് വായിക്കോ? എന്റെ ഭാര്യ ആരെ കൂടെ ഒളിച്ചോടിയെന്ന് പറഞ്ഞു അതിന് താൻ എന്തൊക്കെ വെള്ളം ചേർക്കും? അങ്ങനെയൊക്കെ ഒരു അനുഭവം വരുമ്പോഴേ അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് താൻ മനസ്സിലാക്കൂ. കുറച്ചു നേരം പെണ്ണുമ്പിള്ളേരെ കൂടെ പോയിരിക്കും. ഈ തല്ലിപ്പൊളി പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യനെ എന്തും പറഞ്ഞ് തേജോവധം ചെയ്യല്ലേ? അതിനുവേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് പോക്കൃത്തനമെന്ന് പറയല്ലേ? ജീവിച്ച അന്തസ്സോടെ ജീവിക്കണോ? തനിക്ക് ധൈര്യം ഉണ്ടാവും. ഒരു 10 ആൾക്കാരെ മുന്നിൽ കാണികളിടയിൽ മുന്നിൽ താൻ ദിലീപേട്ടനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. തന്റെ പല്ലവിടെ കാണില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. മനസ്സിലായോ? തനിക്ക് ഇത്രയും ആവേശം ഉണ്ടാക്കി. എത്രയും നാളെ നഴ്സുമാര് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പുറകെ പോയി ആവേശം കാണിക്കുക. അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അല്ലാതെ എന്തുമാത്രം കേസുകൾ കടന്ന് അതിനെക്കുറിച്ച് തന്നെ ഓരോന്ന് പറയാനും എടുക്കാനും അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ദിലീപേട്ടന്റെ പിറകെ ഇങ്ങനെ തൂങ്ങി നടക്കല്ലേ? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത് പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ വായി തോന്നുന്ന കാര്യമൊന്നും പറയല്ലേ എന്ന് മാത്രമേ പറഞ്ഞു. അതിന് താൻ എന്താ വെള്ളം ചേർത്ത് പറഞ്ഞത്? അത് കണ്ടപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചേ. 2 വാക്ക് തന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. താനൊക്കെ പോയി ചത്തൂടെ കേട്ടോ. തന്നെ ഓരോ നിമിഷം ആൾക്കാർ വെറുത്തോണ്ടിരിക്കുക. ഏഷ്യാനെറ്റിന് റേറ്റിംഗ് ഉണ്ടാ കൊടുക്കണം. പോക്കൃത്തനം പറഞ്ഞു കാണിച്ചാണോ ഏഷ്യാനെറ്റ് റേറ്റിംഗ് കൂട്ടണത്? തനിക്ക് ആരെയും കിട്ടിയില്ലേ? താൻ എന്താ തന്റെ വിചാരം? താൻ വെറും ഒരു ന്യൂസ് റീഡർ മാത്രമാണ്. തന്റെ വിചാരം എന്താ? തന്റെ ഈ ലോകം മൊത്തം തന്റെ കാൽക്കീഴിലാണെന്നാണ് തന്റെ വിചാരം. താനാണ് കോടതിയും വക്കീലും ജഡ്ജിയും എല്ലാം താനാണെന്നാണ് തന്റെ വിചാരം. തെളിവുകളൊക്കെ താൻ കണ്ടുപിടിച്ച് എന്തോ തന്റെ കയ്യിൽ എന്തോ തെളിവുകൾ ഉള്ളതാണൊക്കെയാണ് താൻ സംസാരിക്കുന്നത്. ഈ വൃത്തികെട്ട പണിയൊക്കെ എടുത്ത് കളഞ്ഞ് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കണോ? കഷ്ടം തന്നെ. ഇത്രയും ഒരു മനുഷ്യന് ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നീയൊക്കെ ഒരു 2.5 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പടം പോയി വായും പൊളിച്ചിട്ട് നോക്കി സുഖിച്ച് ആസ്വദിച്ച് കണ്ട മനുഷ്യനല്ലടാ നീയൊക്കെ. എങ്ങനെ തോന്നണം? ആരെക്കുറിച്ച് ഇത്രയും അപവാദം പറയരുത്. ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയുടെ ബാക്കിൽ താൻ എന്തൊക്കെ പോക്കൃത്തം ചെയ്യുന്ന ആർക്കറിയാം? ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമെന്നൊക്കെ. എന്നിട്ട് അതെല്ലാം മൂടിപ്പോതിച്ച് വെച്ചിട്ട് നല്ല പിള്ള നല്ല മായം ചമഞ്ഞെന്ന് ഡയലോഗ് അടിക്കുന്നു. അടിച്ച് പല്ലെടുക്കാൻ ആളില്ലാഞ്ഞിട്ട് തന്നെ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. ദിലീപേട്ടനെ തൊട്ട് വിളിക്കുന്നത്. വേറെ വല്ല പണിയും നോക്കണോ? അല്ലെങ്കിൽ വല്ല ചിരട്ടയെടുത്ത് പോയി പിച്ചതണ്ടായിരിക്കും. അതിനെങ്കിലും അന്തസ്സുണ്ട്. നീയൊക്കെ ഈ പരിപാടി തുടങ്ങല്ലേ? പന്നാള്.
You are watching. You're watching And you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.